السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ഖുർആനിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിയോഗിച്ച ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോടെ പറയുന്ന ഒരു കാര്യമാണിത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ റബ്ബേ, പരിശുദ്ധമായ ഈ ഖുർആനിനെ എന്റെ ജനങ്ങൾ ഒരു നിലയിലും പരിഗണിക്കാതെ അവർ വിസ്മരിച്ചു കളഞ്ഞു, അവർ അവഗണിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സങ്കടത്തോടെ പറയുമെന്നാണ്. എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചല്ലോ എന്ന് വേദനയോടെ റസൂലുള്ള പറയുന്ന ആ രംഗത്തെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്താണ് ഖുർആനിനെ അവഗണിക്കുക എന്നാൽ? അതുകൊണ്ടുള്ള ആശയം എന്താണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല 5 കാരണങ്ങൾ അതിനെ സംബന്ധിച്ച് വിവരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കലും അതിൽ വിശ്വസിക്കലും ആ കാര്യത്തെ അവഗണിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ഏതൊരു രംഗത്ത് നാം കേട്ടാലും ആ ഖുർആനിനെ നാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. പലപ്പോഴും യാത്രകളിലും മറ്റുമൊക്കെ നാം ഖുർആൻ പാരായണം കേൾക്കാറുണ്ട്. നാം ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനങ്ങളിൽ ഖുർആനിന്റെ ഓഡിയോ കാസറ്റുകളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് നാം അത് കേൾക്കുമ്പോൾ ഖുർആൻ ഒരു ഭാഗത്തുകൂടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം മറ്റുതര സംഭാഷണങ്ങളിലായിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഖുർആൻ എവിടെ നിന്ന് നാം കേട്ടാലും നമ്മൾക്ക് അതിലേക്ക് കാതുകൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. വഖാലു, ചില ആളുകൾ പറഞ്ഞത്, ഈ ഖുർആനിനെ നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞത് അവിശ്വാസികളായ ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ നിന്ന ആളുകളാണ് ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങളിത് കേൾക്കരുത്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരിക്കലും ഖുർആൻ കേൾക്കാൻ പാടില്ല, വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ, അങ്ങനെ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ മറ്റെന്തെങ്കിലും ബഹളമുണ്ടാക്കി ആ ഖുർആനിന്റെ പാരായണത്തെ നിങ്ങൾ അതിജയിച്ചു കളയണം എന്ന് വാദിച്ചതും എന്ന് പറഞ്ഞതും നിഷേധികളാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നതും അതിൽ വിശ്വസിക്കലും അവഗണിക്കുക എന്നുള്ളത് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂല് സങ്കടപ്പെടുന്ന ഖുർആനിനെ അവഗണിക്കുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ കാരണമാകുമെന്നാണ്. രണ്ടാമതായി മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യലും അതുപോലെ തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ഖുർആൻ പാരായണം ചെയ്യുന്നു, നാം നമ്മളുടെ ജീവിതത്തിൽ അതിനെ സംബന്ധിച്ച് വിശ്വാസമുണ്ട്. പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുക, ആ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ഹലാലും ഹറാമും നമ്മളുടെ ജീവിതത്തിൽ പരിഗണിക്കുക എന്നിത്യാദി കാര്യങ്ങൾ നാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ നമ്മൾക്ക് ഖുർആനിന്റെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥമായ നിലയിൽ അത് പാരായണം ചെയ്യാതിരിക്കുക, അതിൽ വിശ്വാസമില്ലാതിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അത് വിവരിച്ചു തന്ന അനുവദനീയമായതിനെയും നിഷിദ്ധമായതിനെയും ഒക്കെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ വരുത്തുക, ഇത് ഖുർആനിനോടുള്ള അവഗണനയാണ്. മൂന്നാമതായി, മതപരമായ ഏതൊരു കാര്യത്തിന്റെയും നിയമങ്ങൾ നാം സ്വീകരിക്കേണ്ടുന്നത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഖൈറ്,
ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത്, നാം വിശ്വാസികളുടെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും അനൈക്യമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടായിത്തീർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിൽ നാം ഭിന്നിച്ച ആ കാര്യത്തിൽ പ്രമാണമുണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നീട് നാം അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളിൽ അതിന് പ്രമാണമുണ്ടോ എന്ന് നാം പരിശോധിക്കുക. അത് പരിശോധിക്കാതെ മതത്തിൽ നിന്ന് ആ മതത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാത്ത നിലയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും മതത്തിന്റെ ആ കാര്യങ്ങളിൽ നിന്ന്, മതപരമായ വിഷയങ്ങളിൽ ഖുർആനിൽ നിന്ന് നാം വിധി തേടുന്നില്ല എങ്കിൽ ഖുർആനിനെ അവഗണിക്കുന്ന ആളുകളായി നമ്മൾ മാറുമെന്നാണ്. നാലാമതായി, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ തദബ്ബുർ ചെയ്യാത്തത്, ആഴത്തിൽ ചിന്തിക്കാത്തത് എന്താണ് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. മറ്റൊരു വചനത്തിലാകട്ടെ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് താഴുകൊണ്ട് അത് പൂട്ടിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ, ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ, ആ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാതെ ജീവിക്കുക എന്നുള്ളത് ഖുർആനിനെ അവഗണിക്കലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും അത് ഖുർആൻ കൊണ്ട് ശമിക്കും. നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന അസൂയയാകട്ടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന ചിന്തയാകട്ടെ, മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കുക എന്ന ചിന്തയാകട്ടെ, സത്യനിഷേധമാകട്ടെ, അധാർമികമായ ചിന്തകളാകട്ടെ, നമ്മളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലയിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് ഖുർആൻ. ആ ശമനൌഷധം ഖുർആനിൽ നിന്ന് നാം സ്വീകരിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഖുർആനിനെ അവഗണിക്കുന്ന ആളുകളായി നമ്മൾ മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പോലും നാളെ ഖിയാമത്ത് നാളിൽ നമ്മളെക്കുറിച്ച് സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം വഴിമാറുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.